സിനിമ നല്ല അഭിപ്രായമാണ് പുറത്തുനിന്ന് എല്ലാവരും കേട്ടിട്ടുള്ളത്. വളരെ ഹാപ്പിയാണ് ആ കാര്യത്തിൽ. അപ്പോൾ ഒരു ഫാമിലി ത്രില്ലറാണ്. അപ്പോൾ ത്രില്ലറിൽ ഞങ്ങളൊരു ഫിസിക്കൽ പ്രോബ്ലമാണ് അതിനകത്ത് കൂടുതൽ ചർച്ച ചെയ്തിരിക്കുന്നത്. അതായത് ലെസാർസ് എഫക്റ്റ് അല്ലെങ്കിൽ ഓട്ടോ റീസസ്റ്റേഷൻ എന്ന് പറയപ്പെടുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് സ്റ്റോറി കൂടുതലും വന്നിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യന്റെ ബ്രീത്ത് കുറച്ച് മണിക്കൂറത്തിൽ നിന്ന് പോയാൽ എന്തായിരിക്കും സംഭവിക്കുക. അപ്പൊ അതാണ് നമ്മുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മരിച്ചു എന്ന് കരുതി ഒരാളെ അടക്കിന് ശേഷം കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് പുള്ളിക്ക് ജീവൻ വരും. അതാണ് ശരിക്കും പറഞ്ഞ ഈ കഥയുടെ ഒരു ഉള്ളടക്കം, ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുമായിട്ട് നടക്കുന്ന കുറച്ച് കോൺഫ്ലിക്റ്റുകളാണ് ശരിക്കും സിനിമ. ഇതാണ് അതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ളത്. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സിനിമ ഡ്യൂറേഷൻ 1.5 മണിക്കൂറേ ഉള്ളൂ. നോർമലി ഒരു സിനിമ പറയുമ്പോൾ എത്രത്തോളം ലാഗ് അടിപ്പിക്കാതെ ചുരുക്കി കാണിക്കാവോ, ആളുകൾ എങ്ങനെ ചെയ്യാത്ത ബോധപൂർവം ചെയ്തതാണോ? അതെ അതെ അതെ, അങ്ങനെ തന്നെ ചെയ്തതാണ്. 1 മണിക്കൂർ 48 മിനിറ്റാണ് മൂവി. നമ്മളതിനെ വളരെ ക്രിസ്പാക്കി ചെയ്തിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സബ്ജക്ട് എടുക്കാനുള്ള കാരണം എന്താണ്? അങ്ങനൊരു സബ്ജക്റ്റ് നമ്മൾ അധികം ആരും പ്രയോഗിച്ചിട്ടുള്ള ഒരു സംഭവത്തെ പറ്റി ഇങ്ങനെ പോയി അന്വേഷിച്ച് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയതാണ്. അത് പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ സിനിമ ചെയ്ത് കഴിഞ്ഞും റിലീസിലേക്ക് എത്തുന്നതിനിടയിൽ ഇപ്പൊ കേരളത്തിന് പുറത്തുമൊക്കെ ഇങ്ങനെ മരിച്ചതിന് ശേഷം അടക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് പലർക്കും ജീവൻ വന്നതും തിരിച്ചു വന്നൊക്കെയുള്ള കഥകളൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി മീഡിയ വഴിയും ന്യൂസ് വഴിയൊക്കെ. അപ്പം അതൊക്കെ അതിനൊരു കാരണമാണ്. ഇതിനു മുമ്പും ഇങ്ങനെയുള്ള കഥകളെ പറ്റി ഞാൻ കേട്ടിരുന്നു. എങ്ങനെ ന്യൂസ് ഓൾറെഡി എല്ലാ ന്യൂസും ഞാൻ വായിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ എപ്പോഴും ഒരു വായിച്ച ന്യൂസ് ഇങ്ങനെ മനസ്സിൽ കിടന്നതാവാം ഇങ്ങനെ എഴുതാനുണ്ടായ കാരണം. പിന്നെ നമ്മുടെ നാട്ടുപുറത്ത് അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിൽ നിന്നാണ് ഇങ്ങനൊരു തോട്ടിലേക്ക് വന്നത്. സിനിമ കണ്ടപ്പോഴേ ഈ വിഷയത്തിനേക്കാൾ ഉപരി എനിക്ക് ഇതിൽ മതത്തിന്റെ പൊളിറ്റിക്സ് ഒരു പ്രൈമറി സബ്ജക്റ്റായിട്ട് തോന്നി. അപ്പൊ ഇതിൽ മതത്തിന്റെ കുറെ നാരോ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സിനെ നല്ല രീതിക്ക് ഇതിൽ വിമർശിക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലോട്ടുള്ള ഒരു പറയാനുള്ള ഒരു പ്രചോദനം. മതം ഇല്ലാതെ നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് പാടാണ് മുമ്പോട്ട് പോകാനായിട്ട്. അപ്പം ഞാനങ്ങനെ അത് കട്ടയ്ക്ക് മാത്രം നിൽക്കുന്ന ഒരാളല്ല. എങ്കിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു ഫാക്റ്റാണ്. ജീവിച്ചു പോകാൻ വേണ്ടി അത് നമുക്ക് ആവശ്യമാണ്. ചില ഘട്ടങ്ങളൊക്കെ അത് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു നാട്ടുപുറത്ത് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു വിഷ്വൽസ് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് വന്ന് ചേരും. അപ്പോൾ അതാണ് അങ്ങനെ ആ ഒരു ഇതിലേക്ക് ട്രാവൽ ചെയ്യാൻ കാരണം. സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തിന്റെ കാര്യം അടക്കമുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇത്തരത്തിൽ ഇത് ചെയ്യുമ്പോൾ ഇത് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി നേടാൻ സാധ്യതയുണ്ടോ? ഇപ്പൊ നമ്മൾ ഏത് സിനിമ പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു പൊളിറ്റിക്സ് കടന്നു വരും. അത് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. മിക്ക സിനിമകളിലൊക്കെ അത് സ്വാഭാവികമായിട്ടും കടന്നു വരാനുള്ള ഉത്തരം പറയാറുള്ളതാണ്. ചില ഉത്തരങ്ങൾ അത് ഭയങ്കര വിവാദമാകും, ചിലത് ഓട്ടോമാറ്റിക്കായിട്ട് തള്ളിക്കളയും. ഇവിടെയും അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ കയറി വന്നതാണ്. നമ്മുടെ വിശ്വാസത്തിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകാറുള്ളതാണ്, കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ് അവിടെയും അങ്ങനെ ഒരു സീൻ കടന്നു. വളരെയധികം യുവതാരങ്ങളിൽ വളരെയധികം ശ്രദ്ധയപ്പെടുന്ന ഒരു ആക്ടറാണ് താങ്കൾ. ഒരു ആക്ഷൻ നായകൻ എന്ന് തന്നെയാണെങ്കിൽ വിളിക്കാൻ പറ്റും. അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ആളാണ് താങ്കൾ. അപ്പോൾ ഇങ്ങനൊരു സിനിമ ഇങ്ങനെ സബ്ജക്റ്റ് വന്നപ്പോൾ മനസ്സിലല്ല റസ്റ്റ് വന്നത്. ആ ഒരു ടൈറ്റിൽ ബ്രേക്ക് ചെയ്യാമെന്നല്ല വേറെ കഥാപാത്രം ചെയ്ത് ഇതാവണം എന്നൊരു ഉണ്ടാക്കണം. ആക്ഷൻ സ്റ്റാർ ടൈറ്റിൽ വെക്കാൻ അങ്ങനെ ഞാൻ അതല്ല. ഞാൻ ആസ് എൻ ആക്ടർ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ അറിയാനാണ് താല്പര്യം. അപ്പോൾ ആസ് എൻ ആക്ടർ ഒരു ഇങ്ങനൊരു സബ്ജക്റ്റ് വന്നപ്പോൾ ഈ ഒരു കണ്ടന്റ് ഭയങ്കര അപ്പീലിംഗ് ആയി തോന്നി. ആദ്യം നമ്മുടെ ഈ കണ്ടന്റാണ്
നമസ്കാരം ഫോണിൽ വിളിച്ച് പറയണത് ഇങ്ങനെ ഒരു. അപ്പൊ ഞാൻ ചോദിച്ചു ഞാനാണോ മരിക്കുന്നത്, അതാണ് ഞാൻ ആദ്യമായിട്ട് ചോദിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ എക്സ്പീരിയൻസ് ചെയ്യാത്ത, നമുക്ക് ആരോട് ചോദിക്കാൻ പറ്റില്ല എങ്ങനെ ഉണ്ടോ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചോദിക്കാൻ പറ്റില്ല. അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അങ്ങനെ പെർഫോം ചെയ്യാമെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് കിട്ടിയപ്പോൾ ആസ് ആൻ ആക്ടർ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെയാണ് ആ സിനിമയിലോട്ട് എത്തുന്നത്. നോർമലി ഇപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ജാതിയുടെ മാറ്റത്തിന്റെ പേരിൽ ഒരുപാട് ലഹളകൾ നടക്കാറുണ്ട്. ഒന്ന് പറഞ്ഞ രണ്ടിനെ കത്തികുത്ത നടക്കുന്ന ഒരു അവസ്ഥ കൂടി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യവസ്ഥ മാറുന്ന സമയമായിരിക്കും. മനുഷ്യനെന്നുള്ളതാണ് കൺസിഡർ ചെയ്യേണ്ടത്, ജാതിയല്ല മതമല്ല എന്ന് കൺസിഡർ ചെയ്യേണ്ടത് ഒരു വ്യവസ്ഥ വരുന്ന സമയം കഴിഞ്ഞില്ലേ? ഇത് നേരത്തെ പറഞ്ഞ പോലെ, ഡയറക്ടർ പറഞ്ഞ പോലെ, നമ്മുടെ ലൈഫിൽ ഇതെല്ലാം കണക്റ്റഡാണ്. ജാതി, മതം, പൊളിറ്റിക്സ് എല്ലാം കണക്റ്റഡാണ്. അല്ലാതെ മനുഷ്യർ ജീവിക്കാൻ പറ്റില്ല. ഇതെല്ലാം കണക്റ്റായി കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാളും കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ. അതായത് ഈ ജനറേഷൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ഒരുപാട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. താമസിക്കുന്നത് കുറയുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാരും സിനിമ കണ്ടോ? അല്ല, കണ്ടവരെ ഉണ്ടോ? കണ്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളാണ് ഞാൻ ചോദിക്കണം. സിനിമ എങ്ങനെയുണ്ട്? അത് മതി. ഖബറിന്റെ ഉള്ളിലുള്ള ഒരു ഷൂട്ട് ചെയ്തില്ലേ, നല്ല എക്സ്പീരിയൻസ് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അത് ആക്ച്വലി എനിക്കത് ഞങ്ങളത് വേറൊരു സംസാരിച്ചുള്ളൂ. അതങ്ങനെ സെറ്റ് ഇട്ട് അങ്ങനെ നമ്മൾ കബർ വേറെ തന്നെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ കബർ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് മെന്റലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അത് കാണുമ്പോൾ നമുക്ക് മൈൻഡിനും നമ്മളെ ഫുൾ മൂടി അകത്ത് വെക്കുമ്പോഴും ഞാൻ 2-3 പ്രാവശ്യം പെട്ടെന്ന് ടെൻഷൻ അടിച്ച് എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കബർ എൻജോയ് തുടങ്ങി. മനുഷ്യന്മാർ അങ്ങനെയാണ്, എവിടെ ചെന്നാലും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എൻജോയ് ചെയ്യും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യും. അപ്പോൾ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര പിന്നെ എന്നെ പെർഫോം ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര സന്തോഷം. ഉണ്ട് ബറീഡ് എന്ന് പറഞ്ഞ സിനിമ. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഞങ്ങളത് ഇത് ഫസ്റ്റ് സബ്ജക്ട് സംസാരിച്ചപ്പോൾ നമ്മൾ ബറീഡിനോട് സംസാരിച്ചാല് ബറീഡ് എനിക്കൊന്ന് കംപ്ലീറ്റ്ലി ഇതിന്റെ അകത്താണ്. ടോട്ടലി സിനിമ മൊത്തം ക്ലൈമാക്സിലാണ് മൊത്തം. അത് പിന്നെ കുറച്ച് അവരെ കയ്യിൽ ടോർച്ച് കുറച്ച് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതും രണ്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മൾ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു സബ്ജക്ട് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള ഈ കണ്ടന്റ് തന്നെയാണ് നമ്മളെ എക്സൈറ്റ് ചെയ്യിച്ചത്. ഈ മഞ്ഞുമൽ ബോയ്സിൽ കുടി പോയിട്ട് ആളതിന്റെ അകത്ത് കുറെ നേരം ഉണ്ടല്ലോ, ആ സിനിമ വന്നപ്പോ നിങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു ഇത് സംഭവിക്കുന്നത്? മറ്റേ ആ ഫാസിന്റെ സിനിമ അതിന് മുമ്പ് തുടങ്ങിയതാണോ അതിന്റെ ഷൂട്ട്? അല്ലല്ല, മഞ്ഞുമല്ല് ഷൂട്ട് നടക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞു. ഒരുപോലെ കുറച്ച് ആളുകൾ ചിന്തിക്കുന്ന പോലെ തോന്നുകയും നിങ്ങളുടെ പ്രൊജക്റ്റ് ബുദ്ധിമുട്ട് വരികയും ചെയ്തോ? ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരേ സാധനം 10 രീതിയിലായിരിക്കാം വരിക എന്നുള്ളതാണ്. അപ്പൊ അതെനിക്ക് ഭയം ഉണ്ടായിരുന്നെങ്കിൽ കൂടി നമ്മുടേതായ ഒരു വ്യത്യസ്തത ഉണ്ടാവും എന്നറിയാമായിരുന്നു. നോർമലി ഇപ്പൊ എടുക്കുന്ന മിക്ക കഥകളുടെയും ഒരു പ്രത്യേകത ആയിട്ട് തോന്നി. ഇപ്പൊ പെരുമാറി ആണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ നോർമലി ചിന്തിക്കുമ്പം കിട്ടാത്ത കുറെ കാര്യങ്ങളുമായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള സിനിമകളാണ് കുറെ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ വരുന്നല്ലോ, എനിക്കിങ്ങനെ വരുന്നില്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനല്ല. ചില സിനിമകൾ നമുക്കിങ്ങനെ നമ്മൾ സ്ഥിരം കാണാത്ത ടൈപ്പ് ഓഫ് തോട്ട്സുകൾ ഉണ്ടാവും. ഭയങ്കര നോർമലി നമുക്കെല്ലാം നമ്മൾ ഫസ്റ്റ് തോട്ടി വരുന്നതല്ലാത്ത തോട്ട്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറം ഞാൻ വന്ന സ്ഥലം, എൻ്റെ ചുറ്റുള്ള ആളുകൾ, എൻ്റെ ചുറ്റുള്ള ഡയറക്ടേഴ്സ്, അവരെല്ലാം എന്നെ പിക്ക് ചെയ്യുന്നു. അവരൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാവുന്നു എന്നുള്ളതാണ് ഞാൻ അത്ര സിനിമയുടെ ഭാഗമാവുന്നത്. ഞാൻ
മാക്സിമം ഈ സിനിമ ചെയ്യാം അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല. ഡയറക്ടേഴ്സ് തന്നെ ചൂസ് ചെയ്യുന്നത് തന്നെയാണ്. അതെൻ്റെ ഒരു ലക്ക് അല്ലെങ്കിൽ അനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയും. എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെ സബ്ജക്ട് ഫസ്റ്റ് തന്നെ? ഇപ്പം തീർച്ചയായും ചെയ്തിട്ടുണ്ടെങ്കിൽ സിനിമകൾ ഉണ്ടാവുമല്ലോ, അപ്പം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സബ്ജക്ട് കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡ് വന്നിട്ടുണ്ടായിരുന്നു? എനിക്ക് ശരിക്കും ആദ്യം ഞാൻ ഓഡിഷൻ വഴിയാണ് ഈ പടത്തിലേക്ക് വന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇതിനെക്കുറിച്ച് സബ്ജക്റ്റിൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിനുശേഷം ഓഡിഷന് സെലക്ട് ആയി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ അടുത്ത് സബ്ജക്റ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ എനിക്ക് സത്യമായിട്ട് തോന്നിയത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ശരിക്കും നമ്മുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണ്. ചില ആൾക്കാർ പല രീതിയിലും ചിന്തിക്കും. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും സെയിം സാധനം ഇമ്പാക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ ഔട്ട്ലുക്ക് മാറ്റാൻ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പവർഫുൾ സബ്ജക്റ്റ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ സന്തോഷം, ചെയ്യാൻ പറ്റിയൊരു സന്തോഷം, ഭാഗമാകാൻ പറ്റിയൊരു അത് തന്നെയാണ്. റൊമാൻറ്റിക് സ്റ്റാർ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. ആദ്യം കുറച്ച് പാടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആകെ സുലൈഖ മനസ്സിലാണ് ഇച്ചിരി, അതിലും റൊമാൻസ് ഒന്നും അധികം ഇല്ല, എന്നിട്ട് ഞാൻ അതാണ് ചെയ്തത്, അതിനുശേഷം ഞാൻ റൊമാൻസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആദ്യം ഫസ്റ്റ് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് നോക്കിയിരിക്കുന്ന സീനായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് അത് ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അത് സെറ്റ് ആക്കാം, നമ്മള് കുറച്ചു നേരം അങ്ങോട്ട് നോക്കിയാൽ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ സിങ്ക് ആയി. ആദ്യം പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒന്നും പറയണ്ട, നമ്മുടെ നമ്മളെല്ലാം ചെയ്തോളൂ, എല്ലാം സെറ്റ് സിങ്ക് ആയി. അപ്പൊ അങ്ങനെയായിരുന്നു, നല്ലായിരുന്നു. ഇറ്റ് വാസ് നൈസ് വർക്കിംഗ് വിത്ത് ലുക്കും, നല്ലായിരുന്നു. എല്ലാ പ്രധാന കഥാപാത്രം കൂടെ ചെയ്ത സന്നിവേനെ കണ്ടിരുന്നു. മീറ്റിംഗ് ആക്ച്വലി ഇന്നലെ വരെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. നാളെ നല്ല ലേറ്റ് നൈറ്റ് പ്രൊമോഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ മീറ്റിംഗ് ഉണ്ട്. പിന്നെ എന്താ നമ്മളെല്ലാം പറയുമ്പോഴേ നമ്മുടെ ഈ സിനിമ കണ്ടവർക്ക് അറിയാം, ഈ സിനിമ ആക്ടേഴ്സും എന്നൊക്കെ തന്നെ ഉപരി ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ഭയങ്കര സപ്പോർട്ടീവായിട്ട് വേണ്ട സിനിമയാണ്. പിന്നെ DOP റഹീംഖാണ് DOP ഇവിടെ ഉണ്ട്. അതിന്റെ ഞങ്ങളുടെ ചീഫ് പ്രേമേട്ടുണ്ട്, ഞങ്ങളുടെ കോസ്റ്റ്യൂം മഞ്ജുഷ, എല്ലാവരും നമ്മുടെ മേക്കപ്പ് രഞ്ജിത്ത്. അങ്ങനെ ഇതെന്താ ഇത് നമ്മളങ്ങനെ കുറച്ച് മണ്ണും കുറച്ച് മണ്ണോട് ചേർന്നിട്ടുള്ള സിനിമയാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ മണ്ണോട് ചേർന്നിട്ടുള്ള സിനിമയാണ്. അപ്പോൾ എല്ലാ ഇത്രയും ആർട്ടിസ്റ്റുകൾ, ഇത്രയും നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിലെല്ലാവരും ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇത്രയും ആർട്ടിസ്റ്റിന് ഭയങ്കര സ്ക്രീൻ സ്പേസ് ഉള്ള, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഭയങ്കരമായിട്ട് ഇതിൽ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അതിന്റെ പ്രൊഡക്ഷൻ എല്ലാ സൈഡും. അപ്പോൾ അവരെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. തോന്നുന്നു എല്ലാവരും ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് ആണ് എല്ലാവരും കൊണ്ട് മാറുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പോൾ അതാണ് പറയാം. ഈ കൂടെ കൂടിയപ്പോഴാണ് ഇപ്പൊ പുതിയ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. പിള്ളേരുടെ കൂടെ പുതിയ ലുക്കാ, അതല്ല ലുക്ക് പലരുടെ കൂടിയത്. പിള്ളേരെ കണ്ട് പുതിയ സെറ്റപ്പ് പിള്ളേര് സൂപ്പർ അല്ലേ? അല്ല എന്റെ മോനും പെടും. മോനാണോ കോസ്റ്റ്യൂം ഒക്കെ റെഡിയാക്കുന്നത്? മോനും മോളും വൈഫും. ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പ്രത്യേകിച്ചും ഈ സിനിമയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞല്ലോ, അതിന്റെ കഥ പറഞ്ഞല്ലോ, നമുക്ക് അവിടെ ഇമോഷണൽ ആയേ പറ്റുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ്, ഒരേ ടൈപ്പ് കഥാപാത്രങ്ങളാണെങ്കിലും ഒരേ ടൈപ്പ് കഥാപാത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ടാവും നമ്മുടെ ഡെയിലി ലൈഫിൽ. പക്ഷേ ആ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഡിഫറെൻ്റ് ആണ്. ഒരാളുമായിട്ട് സാമ്യം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്യുന്നതിന് കുറച്ചുകൂടെ റിസ്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളൊരിക്കൽ ചെയ്ത ക്യാരക്ടർ അതേപോലെ ഒരു ക്യാരക്ടർ മറ്റൊരു സിനിമയിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് കുറച്ച് റിസ്ക് എന്ന് തോന്നിയിട്ട് എനിക്കിഷ്ടമാണ്. ഞാൻ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട്. താങ്ക് യു. എനിക്കിതൊരു 90% ഓഡിഷൻ ആയിരുന്നു. ബാക്കി നമ്മുടെ ഫ്രണ്ട് സർക്കുലേഷനുള്ള
കുറേ കാലങ്ങളായിട്ട് പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്യുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ തന്നെയാണ് ബാക്കി ഓഡിഷനിൽ വന്നവരാണ്. എങ്ങനെയുണ്ടായിരുന്നു സിനിമയിലെ ഒരു ആക്ഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നൊരു ഇമോഷണൽ പടമാണെന്ന് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഇമോഷണൽ ക്യാരക്ടർ പറഞ്ഞല്ലോ, അത്രയും കൂടുതൽ ഇമോഷൻസ് ആണുള്ളത്. അപ്പോൾ ഇമോഷൻസ് ആണെങ്കിലും ഇതുവരെ നമ്മൾ കാണാത്ത സിറ്റുവേഷൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ കബറിൽ കിടക്കുന്നത് നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം ഒരാൾ മരിക്കുമ്പോഴുള്ള ആ ഇമോഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ആ നേരത്ത് ആ സിറ്റുവേഷനെ എങ്ങനെ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ ആ നേരത്തെ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ആയിരുന്നു ഇതിൻ്റെ എക്സൈറ്റ് ചെയ്തത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് സ്ത്രീകൾ കബറിൽ. അതിൽ ആ ഒരു ക്യാരക്ടർ ഒരാളാണ് ഞാൻ എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതെന്നുള്ളത് അത് ചർച്ചയാവട്ടെ അല്ലെങ്കിൽ സംസാരമാവട്ടെ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റും. അതൊക്കെയായിരുന്നു എക്സൈറ്റ്മെൻറ്റ്. കഥ പറഞ്ഞപ്പോൾ ഈ കോണ്ടന്റും അതുപോലെ എൻ്റെ ക്യാരക്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് തിയേറ്ററിൽ വന്നപ്പോൾ വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ സന്തോഷം. ചെയ്യുന്ന ഓരോ കഥാപാത്രത്തെ ഇമ്പോർട്ടൻസ് എപ്പോഴും സ്ക്രീനിൽ ഫീൽ ചെയ്യുന്ന ഒരു ആക്ട്രസാണ്. എന്നാലും ശരിക്കും ജോലി ചെയ്യുന്ന ആക്ട്രസിനെ മലയാള സിനിമ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ തോന്നിയോ? ചേച്ചിക്കൊക്കെ തോന്നുന്നുണ്ടോ ഇതിലൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്? അല്ല, അത് നമുക്കെപ്പോഴും അങ്ങനെയല്ല. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇതെല്ലാം ചെയ്യേണ്ടത് പോരാ എന്നുള്ളൊരു ആർക്കും ഉണ്ടാവുള്ളൂ. അത് തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ഇത്രമാത്രം ചെയ്താൽ പോരാ എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിനുള്ള സമയവും കാലൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയിൽ പോകാനല്ലേ പറ്റും. സിനിമയെ കുറിച്ച് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. പറഞ്ഞതുപോലെ ഈ സിനിമയിലുടനീളം കഥകൾ പറഞ്ഞു പോകുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഇപ്പൊ നമുക്ക് സ്റ്റെക്കായി പോകുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് കളക്ടറിന്റെ അടം വരെ എത്തിയിട്ട് സ്റ്റെക്കായി പോകുന്നത് കളക്ടർ തന്നെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനുപരി കൂട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെ വന്നപ്പോഴും അവിടെ മതത്തിന്റെ മതം വരുമ്പോൾ അവരും സ്റ്റെക്കായി പോവുകയാണ്. അപ്പോൾ വേറൊരു വേറൊരു മതത്തിൽപ്പെട്ടൊരു വ്യക്തി മറ്റു മതസ്ഥരോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് സൊസൈറ്റിനെ ബാധിക്കുന്നുണ്ട്. പല രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ട്. സ്റ്റെക്കായി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ജീവിക്കുന്ന കേരളം മാത്രമല്ല, ഇന്ത്യ എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയം ഉണ്ടോ എന്നുള്ളതാണ്. സത്യത്തിലുണ്ടെന്ന് തന്നെയാണ്. ഞാൻ തുറന്നു പറയുമ്പോൾ മതം എന്ന് പറഞ്ഞ ഒരു ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ ഭയപ്പെടുന്ന മനുഷ്യരായി നമ്മൾ മാറുന്നുണ്ട്. അതായത് മതത്തിന് പുറത്ത് മനുഷ്യരെയും ജീവിതത്തെ നോക്കി കാണുന്ന മനുഷ്യർക്ക് അത് വലിയ സഫോക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ആസ് എ പ്രേക്ഷക, ഈ സിനിമയുടെ അഭിനേതാവ് എന്നുള്ള രീതിയിലല്ല, ഞാനൊരു വ്യൂവറായിട്ട് ഇന്ന് കാണുമ്പോൾ എനിക്കതിനകത്ത് തോന്നിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു ജീവി എവിടെയും ഒരു വിശ്വാസത്തിൻ്റെ പുറത്തോ പ്രത്യയശാസ്ത്രത്തിൻ്റെ പുറത്തോ എവിടെയും കുടുങ്ങിക്കിടക്കാൻ പാടില്ല. അതിന് സിസ്റ്റം എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? സിസ്റ്റം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വ്യക്തിയുടെ ധാർമ്മികത എങ്ങനെ ഉയർന്നു പ്രവർത്തിക്കണം? അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ. അയാളുടെ ധാർമ്മികതയാണ് അവിടെ ഉയർന്നു പ്രവർത്തിച്ചത്. അതുപോലെ മനുഷ്യരെപ്പോഴും വളരെ, അതുകൊണ്ടാണ് മോബ് ലിഞ്ചിങ് ഉണ്ടാവുന്നത്. ഇതൊന്നും മോശം മനുഷ്യരായിട്ടല്ല, പക്ഷെ അതിനകത്ത് നമ്മൾ കുടുങ്ങിക്കെടുക്കുക, ആ വിശ്വാസത്തിൽ കുടുങ്ങിക്കെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ കുറച്ച് പുറകോട്ട് പോകണമെങ്കിൽ സദ്യ അനുഷ്ഠിക്കുമ്പോൾ ഈ അച്ഛനോ ആങ്ങളേക്കോ ആ കുടുംബക്കാർക്കോ ആ മോളോട് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, വിശ്വാസമാണ് അവരെ കൊണ്ടത് ചെയ്യിക്കുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ തോട്ട് പ്രോസസ്സിനെ മാറ്റി കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് നല്ല വിശ്വാസി ചെയ്യേണ്ടത്. അതല്ലാതെ മതം ഉണ്ടാവാൻ പാടില്ല, വിശ്വാസം ഉണ്ടാവാൻ പാടില്ല എന്നല്ല. മറിച്ച് ഇത് എങ്ങനെയാണ് പ്രോഗ്രസീവായിട്ട് ഒരു സമൂഹത്തിന് കുറച്ചുകൂടി മനുഷ്യത്വപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ എലമെന്റ് വേണമെന്നുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നി ഈ സിനിമ അങ്ങനെ കുറേ കാഴ്ചകളിൽ സട്ടിലായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, ലൗഡല്ല. അതെനിക്ക് തോന്നുന്നു നമുക്കത് ഒരു വായനയും കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് എലമെന്റ്സ് മനുഷ്യരിലൂടെ തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. സൗഹൃദങ്ങളുണ്ട്, ഇനി കുടുംബം എന്ന് പറഞ്ഞത്. വേറെ ഒന്ന് എനിക്ക് പ്രത്യേകം എടുത്ത് പറയുന്നത്, ഇന്നത്തെ ഇസ്ലാമോഫോബിയ നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഇരുന്നിട്ട് ഒരു മുസ്ലിം കുടുംബം എന്തും കൂടിയാണെന്നത് പറഞ്ഞു വെക്കുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഒരു ഹ്യൂജ് റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ നവാസിനോട്. കാരണം കളിയും ചിരിയും ഒരു സമാനതയുള്ള ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് ആ ഒരു കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്ന, ലൈവായിട്ട് തമാശ പറയുന്ന, ടീസ് ചെയ്യുന്ന അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷം കൂടെ ഉണ്ട്. വേറെ അല്ല, പ്രൊജക്ഷൻ വേറെ ആണെങ്കിലും ഇതും കൂടെ ഉണ്ടെന്ന് പറയാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. താങ്ക് യു.
മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ മതമെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകാണ്ടിരിക്കണം. കാരണം നേരത്തെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ കൈ ഓർക്കാനായിട്ട് എല്ലായിടത്തും നിന്ന് വരും. ഇന്ന് അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണോ ജീവിക്കുന്നത്? മതമോ മനുഷ്യനോ എന്ന് ചോദിച്ചാൽ അത് മനുഷ്യന്റെ ഒരു നിസ്സഹായതയാണ്. കാരണം മതത്തിനുണ്ടായിരുന്ന ഒരു കൗൺസിലിംഗ് റോളുണ്ട് ഒരു കാലത്ത്. മനുഷ്യനെ സംബന്ധിച്ച് മതം അവന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയായിരുന്നു. മറിച്ച് ഇന്ന് പൊളിറ്റിക്കൽ റിലീജിയൻ ഡെവലപ്പ് ചെയ്തപ്പോൾ ലോകമെമ്പാടും, അത് ഇന്ത്യയുടെ കേരളത്തിന്റെ പ്രശ്നമല്ല, ലോകം മൊത്തം എടുത്താൽ കേയോസ് ഉണ്ടാക്കുന്നത് അതിൻ്റെ തന്നെ. അതിനെന്താണെന്ന് വെച്ചാൽ നമ്മളേതുപോലുള്ള മനുഷ്യരെ അതിന് ടൂളാക്കാൻ പറ്റുന്നുണ്ട്. സാധാരണ മനുഷ്യരെ അതിന് ടൂളാക്കാൻ പറ്റുന്നുണ്ട്. അതാണ് അവരുടെ മിടുക്ക്. ആ മിടുക്കിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമ്പോൾ മേ ബി ഇതല്ലാത്ത ഒരു ജീവിതമൊക്കെ നമുക്ക് സാധ്യമാകും. അല്ലാതെ മതത്തെ നമുക്ക് നിരോധിക്കാൻ പറ്റില്ല. ഡയറക്ടറിനോടാണ് ഈ ഇന്റർവെൽ പഞ്ച് വരുന്ന സമയത്ത് മുൻകർ നക്കീറിന്റെ ഒരു മലക്ക് മുൻകർ നക്കീറിന്റെ ഒരു സൗണ്ട് വരുന്നുണ്ട്. അതെന്താണ് അത് ഉദ്ദേശിച്ചത് പറയാമോ? ആ ഒരു തോട്ട്സിലേക്ക് വന്ന കാര്യം അത് പുള്ളി പണ്ടെപ്പോഴോ പഠിച്ച കാര്യം പുള്ളിയുടെ മനസ്സിൽ വെറുതെ കിടന്ന് പുള്ളി അവിടെ ആലോചിക്കുന്നതാണ്. അവിടെ കണ്ണിലെ കുറച്ച് വേറെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റേ ശ്വാസം കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വേറൊരു വേൾഡിലേക്ക് മൈൻഡ് സഞ്ചരിച്ചു തുടങ്ങും. നമ്മൾ DMD ബ്രെയിനിൽ DMD അടിക്കുക എന്നൊക്കെ പറയുന്ന നമ്മളങ്ങനെ ഒരു സംഭവം ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഡെത്ത് ആവുക എന്നുള്ളൊരു പരിപാടിയാണ്. അതാണ് ആ കണ്ണിൽ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ശ്വാസം കിട്ടാതെ വരുന്നിടത്താണ് പിന്നെ ആ ഇന്റർവെല്ലിലേക്ക് എത്തുന്നത്. അതാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. നമ്മൾ ചെറുപ്പത്തിൽ കേട്ട കഥകൾ, പഠിച്ചത്, മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തന്ന വിഷയങ്ങൾ, അതൊക്കെ അവിടെ നമുക്ക് കടന്നു വരും മനസ്സിൽ. അതാണ് അവിടെ അങ്ങനെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. ഈ സിനിമയിലൂടെ പറഞ്ഞിട്ട് പറയാത്ത സോഴ്സ് എന്താണെന്ന് പറയാം. പറഞ്ഞിട്ടും പറയാൻ പഠിച്ച കുറെ വിഷയങ്ങൾ അതിനകത്ത് കുറച്ച് സംഭവങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. ഉള്ളിൽ കണ്ടതല്ലാതെ കണ്ടായിരുന്നോ മൂവി? പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചത്, കാരണം ഇങ്ങനെയുള്ള വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാം പിടിച്ചത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഒരു പരിധിവരെ ഒരു ഭയപ്പാടെന്ന് തന്നെ പറയാം. അപ്പൊ അതിനെ എങ്ങനെയാണ് ആ പറയാത്ത കാര്യം എന്തെങ്കിലും ഇപ്പൊ പറയാൻ തോന്നുന്നത്? ഇല്ല, പറയാത്ത കാര്യങ്ങൾ അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. നമ്മളെ ഉള്ളിലുള്ള കുറെ വിഷയങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരുന്നു ആദ്യം. അതെ അതെ, അവിടെ ഒരു ഗോഡ് വരുന്നതും ഏഞ്ചൽ വരുന്നതും പിന്നെ അതൊക്കെ നമ്മുടെ കൂടെ വർഷങ്ങളായിട്ട് ട്രാവൽ ചെയ്യുന്നവരാണ്. കുറച്ച് ഈ മൂവിയിൽ കുറെ നല്ല ക്യാരക്ടറുകൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ക്യൂരിലേക്ക് ഉണ്ടായിരുന്നു, കുറെ പടങ്ങളുണ്ടായിരുന്നു. അജയ് ഉണ്ട്, കുറെ മകളിപ്പം സേതു സാറിനോട് അഭിനയിച്ചിട്ടിരിക്കുകയാണ് തമിഴിൽ ഒരു വൻ ക്യാരക്ടറൊക്കെ ആയിട്ട്. പ്ലീസ്. അല്ല, അവൾ പ്രതീക്ഷിച്ചൊന്നുമല്ല പടം. എന്നോട് സ്ക്രിപ്റ്റ് പടം പ്ലാൻ ചെയ്തതിന് മുന്നേ തന്നെ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ സംസാരിച്ച പരിപാടിയാണ്. പ്ലാൻ ചെയ്തതിന് മുന്നേ അപ്പൊ ആ ടൈമിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പരിപാടി ഉണ്ടാവും. പക്ഷെ അതൊന്നും അല്ല തിയേറ്ററിൽ കണ്ടപ്പോൾ എൻറ്റയർലി വേറൊരു പരിപാടിയാണ്. അവളെന്തോ പ്രതീക്ഷിച്ചു, അതിന് 4 ഇരട്ടിയാണ് പടത്തിന്റെ റിസൾട്ട്. അതാണ് പറയാനുള്ളത്. വേറൊന്നുമില്ല. നമസ്കാരം. ഈ സിനിമയിൽ ആദ്യം തന്നെ ഈ കഥ കേട്ടപ്പോൾ ഹുക്കായിട്ടുള്ള പാട്ട് എന്താന്ന് വെച്ചാൽ, ഇതില് ഒരു മെയിൻ ആക്ടർ ഈ സിനിമയിൽ ആദ്യം തന്നെ മരിക്കുകയാണ്, ഖബറിലേക്ക് പോവാണ്. അപ്പം ബാക്കി എന്താ സിനിമ എന്നാണ് ആദ്യമായിട്ട് ഹുക്ക് ചെയ്ത സാധനം. അതാണ് ഞാൻ ആദ്യം ഈ ഡയറക്ടറോട് ചോദിച്ചത്. അതാണ് ഈ സിനിമ. അതിൻ്റെ ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് ഈ സിനിമ. അതിൽ തീർച്ചയായിട്ടും നേരത്തെ ഡയറക്ടർ പറഞ്ഞ പോലെ അതിൽ ഒരു നാട്ടുപുറത്ത് വെച്ച് അങ്ങനെ ഒരു കഥ നടക്കുമ്പോൾ ആ നാട്ടുപുറത്തിൻ്റെ എല്ലാ എലമെന്റും വരും, അതിൽ മതവും വരും. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്, നമ്മൾ എങ്ങനെ അതിനെ വായിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ബ്രോന്റെ വീട്ടില് ബ്രോന്റെ വീട്ടുകാർ എന്തെങ്കിലും ഒരു
സ്വഭാവം കാണിച്ചാൽ ബ്രോ ചീത്ത പറയുമല്ലോ, അല്ലെങ്കിൽ വിഷമം പറയുമല്ലോ, അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറയുമല്ലോ. ആണല്ലോ. അത് നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് അവരോട് ഇഷ്ടം ഇല്ലാത്തതുകൊണ്ടല്ലല്ലോ നമ്മൾ പറയണേ. അത് തന്നെയാണ് ഈ സിനിമ. ഇതില് നമ്മൾ ഒരു മതത്തിനെതിരെ നമ്മൾ മോശപരമായിട്ട് ഒന്നും നമ്മൾ പറയുന്നില്ല. അത് ഇഷ്ടമല്ലാത്തതുകൊണ്ടൊന്നും പറയുന്നില്ല. ഇപ്പൊ ഞാൻ ആ സിനിമയിൽ മോശമായിട്ട് അഭിനയിച്ചപ്പോ നവാസ് എന്നോട് പറഞ്ഞു, എടാ എന്തുകൊണ്ടാണ് നീ ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിച്ചു. അതെന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്തോ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു മാറ്റത്തിന്റെ കാര്യം കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഒരു മതത്തിന്റെ മാത്രമല്ല, എല്ലാ മതത്തിലും എല്ലാ ജീവിത സാഹചര്യങ്ങളിൽ അതുണ്ടാവും. അത് സ്നേഹം കൊണ്ട് മാത്രമാണ് അത് സംസാരിക്കുന്നതെന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഏറെ എക്സ്പെക്ടോടെ കത്തിക്കുന്ന ഒരു സിനിമയാണ് ആലപ്പുഴ. ആലപ്പുഴ കാരണം ഷൂട്ട് കഴിഞ്ഞു, ഡെപ്പ് കഴിഞ്ഞു, അതിന്റെ എഡിറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരും. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇയർ റിലീസ് ഉള്ളൂ, മാർച്ച് ഏപ്രിൽ ആ ടൈമിലാണ്. ഉണ്ടാവും എന്തായാലും, ചെറിയ രീതിയിലൊക്കെ ഒരു പുരപ്പുറമ്പാവും. ഒരു പള്ളി പെരുന്നാളെങ്കിലും ഉണ്ടാവും. പിന്നെ കാലത്തിൽ റഹ്മാന്റെ പടമാണ്, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇത് അങ്ങനെ ഓർമ്മ പറയാൻ, ഓർമ്മ ഇങ്ങനെ